ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മൗനരാഗത്തിലെ നമ്മുടെ പോലീസ് CI അയാൾ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് തന്നെ കോടതി മുറിയിൽ വെച്ചിട്ട് നവീൻ എന്ന് പറയുന്ന ആ വക്കീൽ ഒരുപാട് കളിയാക്കിയും പരിഹസിച്ചും ചിരിച്ചൊക്കെ ചെയ്തതിന്റെ പ്രതികാരത്തിന് നടക്കുകയാണ്. എന്തായാലും ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ കൊണ്ടുവരും, തെളിവ് സഹിതം ഞാൻ കൊണ്ടുവരും. അതിനെ ആ കിരൺ എന്ന് പറയുന്നവന്റെ വീട്, അവരുടെ ആ വീടിന്റെ പരിസരം ഒന്ന് നന്നായി അരിച്ചു പറക്കിയാൽ അവന്റെ ഡെഡ് ബോഡി അവരെ പറമ്പിൽ തന്നെ ഉണ്ടാവും, അവിടുന്ന് കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉറച്ച തീരുമാനം എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കല്യാണി ഈ ഒരു കാര്യം സ്റ്റെഫിയുടെ വായിൽ നിന്നും അറിയുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ മറച്ചു വെച്ചെങ്കിലും നമ്മുടെ കല്യാണി സത്യങ്ങളൊക്കെ അറിയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് സ്റ്റെഫി ആട്ടിപ്പായിക്കുകയാണ്. കാദംബരിയും ബൈജുവും അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട്. അതേ സമയത്ത് കല്യാണി കാദംബരിയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തുകൊണ്ട് കാദംബരി ചേച്ചി എന്നോട് ഇതൊക്കെ മറച്ചു വെച്ച്, എന്താ എന്നോട് ആരും ഇതൊന്നും പറയാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ കല്യാണി, നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്ന് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിനക്ക് വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ ആവും, പിന്നെ നിന്റെ അസുഖം പെട്ടെന്ന് ഭേദമാവില്ല. അതുകൊണ്ടാണ് നിന്നിൽ ഇതൊക്കെ മറച്ചു പിടിച്ചത്. എന്തായാലും കിരൺ സാർ എന്തായാലും നിന്നോട് പറയും, ഇപ്പോഴല്ലെങ്കിലും പിന്നീട് പറയും എന്തായാലും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണും വേലുവും രതീഷും കൂടി പുറത്തുനിന്ന് സംസാരിക്കുകയാണല്ലോ. അപ്പൊ ആ സമയത്താണ് ഒരു വലിയ അവളെയൊക്കെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നൊക്കെ സ്റ്റെഫി വരുന്നത്. സ്റ്റെഫി അങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ പയ്യെ വരണ കാണുമ്പോൾ ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്റ്റെക്ക് ആവുകയാണ്. അങ്ങനെ കിരണൊക്കെ അവളെ കാണുന്നുണ്ട്. അവളെ കാണുന്ന സമയത്ത് കിരൺ അവളെ നല്ല രീതിയിൽ ആട്ടുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ വന്നത്? കല്യാണിയെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിച്ചു നല്ല രീതിയിൽ ആട്ടുകയാണ്. അല്ലടി നീ എന്താ വിചാരിച്ചത്, ഞങ്ങളെ എല്ലാ കാലവും ജയിലിലാത്തിട്ട് ശിക്ഷിക്കാമെന്നോ? നിന്റെ കേസുമില്ല കൂട്ടവുമില്ല, എല്ലാം പൊളിഞ്ഞു പോയില്ലേ എന്നൊക്കെ പറയുകയാണ്. നീ നിന്റെ കാമുകന് വേണ്ടി കേസ് കൊടുത്തതല്ലേ? നിന്റെ കാമുകൻ ഏതെങ്കിലും ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ ഈ കാമുകന്റെ പുറകെ നടന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നടക്കുന്ന, പോയി മനുഷ്യനായി ജീവിക്കടി പോയിട്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അല്ല നീ എന്ത് മഹത്വമാണ് നിന്റെ ഗംഗപ്രസാദിൽ കാണുന്നത്? നീ കാണുന്നത് നിന്നെ മാത്രം സ്നേഹിക്കുന്ന ആണൊരുത്തൻ എന്നുള്ള രീതിയിലല്ലേ നീ കാണുന്നത്? എന്നാലേ നിന്നെ മാത്രമല്ല അവൻ സ്നേഹിച്ചിട്ടുള്ളത് എന്ന് ഈ പറയുന്ന വേല് പറയുകയാണ്. എൻ്റെ ഊരിൽ വന്നിട്ട് എൻ്റെ പെണ്ണിനെ അവൻ തട്ടിയെടുക്കാൻ നോക്കി. എൻ്റെ പെണ്ണിനെ അവൻ സ്നേഹിച്ച് പല രീതിയിലും അവളുടെ മനസ്സ് വരെ കവർന്നെടുത്തിട്ടാണ് അവൻ ആ കാട്ടിൽ നിന്ന് എൻ്റെ മാമനെ കുത്തിയിട്ട് അവിടെ നിന്നും പോയത്. എന്തായാലും അവന് ശിക്ഷ കിട്ടി. അവൻ ഇനി എന്തായാലും ജീവനോടെ വരില്ല. ഇനി നീ എന്ത് ചെയ്യും വേണ്ടി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരുപാട് പരിഹസിച്ചൊക്കെ തന്നെയാണ് അവിടുന്ന് വിടുന്നത്. അപ്പോഴും അവൾ വെല്ലുവിളിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ഞാൻ പരോളിൽ കഴിഞ്ഞ് ജയിലിൽ പോയാലും പുറത്ത് എൻ്റെയും ഗംഗയുടെ ആൾക്കാരുണ്ടാവും, നിന്നെ ഒന്നും വെറുതെ വിടില്ല, പ്രത്യേകിച്ച് നിന്റെ ഭാര്യയെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും ഈ പറയുന്ന CI സമയമൊന്നും അധികം കളയുന്നില്ല. പെട്ടെന്ന് തന്നെ ഇതായിട്ട് കുറെ ആൾക്കാരുമായിട്ട് പണിക്കാരുമായിട്ട് ആ പറമ്പ് അങ്ങനെ കിളയ്ക്കാൻ കുഴിച്ചെടുക്കാൻ വേണ്ടി വരികയാണ്. ആ തെങ്ങിൻ തൈ വെച്ച സ്ഥലം നമ്മുടെ CIക്ക് അറിയാലോ. CIക്ക് നല്ല സംശയമുണ്ട് ആ തെങ്ങിൻ തൈയുടെ അടിയിൽ എന്തോ ഉണ്ടെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ആ സമയത്ത് കിരണൊക്കെ എവിടെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് അങ്ങനെ വാറന്റ് ഉണ്ട്, ഇവിടെ സെർച്ച് വാറന്റ് ഉണ്ട് പറമ്പിൽ അന്വേഷിക്കാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും വേലുവും അതുപോലെ അമലും അവിടെ ഉണ്ട്. അമലുവും പിന്നെ രതീഷും കിരണും അവരെല്ലാവരും തന്നെ ആ കുഴിയെടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവരങ്ങനെ നിരത്തി അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. CI ഇപ്പൊ തന്നെ കിട്ടും ഗംഗയുടെ ഡെഡ് ബോഡി. അങ്ങനെ അതിൽ നിന്നും പിന്നെ ഇവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് CI നിൽക്കുന്നത്. എന്തായാലും പണിക്കാര് അവിടേക്ക് വന്നിട്ട് ആ തൂമ്പയും കൈക്കോട്ടൊക്കെ എടുത്ത് ആ തെങ്ങും തൈ ആദ്യം അവിടെ നിന്നും പറിച്ചു കളയുകയാണ് CI. അതിനുശേഷം അവിടെ അങ്ങനെ കുഴി തോണ്ടുകയാണ്. അങ്ങനെ കുഴി തോണ്ടുന്ന സമയത്ത് നമ്മുടെ രതീഷിനും അതുപോലെ വേലുവിനൊക്കെ നല്ല പേടിയുണ്ട്. അതുപോലെ അമലു വേലുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വേലുവും പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ കിരണ് മാത്രം അത്ര പേടിയൊന്നുമില്ല, അവൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഓരോ കുഴിക്കുമ്പോഴും CI കിരൺ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ ശരിയാക്കി തരാടാ, ഇത് ഡെഡ് ബോഡി കിട്ടുമ്പോൾ നിന്റെ കാര്യമൊക്കെ കഴിയോളാ എന്നുള്ള ഒരു മട്ടിൽ അങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കുഴി അങ്ങനെ ഒരു തൂമ്പ, രണ്ട് തൂമ്പ, അങ്ങനെ കുഴി ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ കുഴി കൂടി വരുന്നെങ്കിലും നമ്മുടെ വേലുവൊക്കെ നല്ല ആഴത്തിൽ തന്നെയാണ് ആ ബോഡി അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ ദൂരം ആക്കിയിട്ടും ഒന്നും കാണുന്നില്ല.
അങ്ങനെ വീണ്ടും വീണ്ടും കുഴിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ എവിടെ ആ ബോഡി അവിടെ കാണാനില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് CI ആകെ നാണം കെട്ടു പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും പണിക്കാരൊക്കെ തിരികെ പോകുന്നുണ്ട്. അതിനുശേഷം കിരൺ CIയോട് പറയാണ്, എന്താ സാറേ വലിയ ആവേശത്തോടു കൂടി വന്നതാണല്ലോ, അവിടെ ഒരു തെങ്ങും തൈ പറിച്ചു നട്ടു എന്നും പറഞ്ഞ് അവിടെ എന്താ നിങ്ങൾ വിചാരിച്ച ഗംഗയെ കുഴിച്ചിട്ടിരിക്കുന്നോന്നോ, എന്നിട്ട് എന്തേ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുകയാണ്. അപ്പോൾ CI പറയുന്നുണ്ട്, ഇവിടെയും നിങ്ങൾ എന്നെ തോൽപ്പിച്ചില്ലേ എന്ന് പറയുകയാണ്. സാറ് തോൽക്കാനായി നിന്ന് തന്നത് കൊണ്ടല്ലേ തോറ്റുപോകുന്നത്, ഇല്ലെങ്കിൽ മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സാറിന് ഞങ്ങളെ പ്രതിയാക്കണമെന്ന് നിർബന്ധം, അതുകൊണ്ട് സാറ് എവിടെ ചെന്നാലും തോറ്റു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും CI വളരെ നാണം കെട്ട രീതിയിൽ അവിടെ നിന്നും പോരുകയാണ്. ഇനി CIക്ക് വേറെ മാർഗമൊന്നുമില്ല, കാരണം ഈ ഡെഡ് ബോഡി കണ്ടെടുക്കാത്തോടത്തോളം കാലം ഈ പറയുന്ന കിരണിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗംഗയെ തലക്കടിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. ആ ഇരുമ്പ് വടി ഇവരുടെ 3 പേരുടെയും കൈപ്പാടുകളല്ല. അത് യഥാർത്ഥ പ്രതി ആരാണെന്ന് അത് ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാനേ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അത് ആരുടെ കൈപ്പാടാണെന്ന് അപ്പൊ യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം നമ്മുടെ CIക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കിരണിനെ അപ്പോഴും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ യാതൊരു തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് തന്നെ. പിന്നെ കോടതി ഈ ഒരു കേസ് തള്ളിയതുമാണ്. അങ്ങനെ അതിനുശേഷം CI അവിടെയൊന്നും പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ കിരണിനോട് ആരുമില്ലാത്ത അവിടെ നിന്ന് എല്ലാവരും പോയതിനു ശേഷം വേലുവും രതീഷും ചോദിക്കുന്നുണ്ട്, എല്ലാ കിരൺ സാറേ ഇവിടെ ഉണ്ടായിരുന്ന ഗംഗപ്രസാദിന്റെ ബോഡി സാർ എന്ത് ചെയ്ത്, സാർ അത് മാറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാറ്റി, എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. ഇങ്ങനെ ഇവിടുന്ന് അവന്റെ ബോഡി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 പേരും ജയിലിൽ കിടന്നേനെ. പിന്നെ നമുക്ക് പരോള് പോലും കിട്ടാത്ത, ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിൽ അവർ നമ്മളെ പെടുത്തിയേനെ. അതുകൊണ്ട് ഞാൻ അവിടേക്ക് മാറ്റി. എവിടേക്ക് മാറ്റി എന്ന് ചോദിക്കുന്നതിന് മറുപടി ആയിട്ട് കിരണൊന്നും പറയുന്നുമില്ല. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മുടെ CI വീണ്ടും അന്വേഷണം തുടരുകയാണ്. എന്തായാലും ആ ഇരുമ്പ് ദണ്ടിൽ പതിഞ്ഞിട്ടുള്ള കൈവിരപ്പാടുകൾ അതാരുടേതാണെന്ന് ഈ പറയുന്ന CI കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയാണ്. അങ്ങനെ അതിനുശേഷം കിരണല്ല ഇതിന്റെ പുറകിലെന്ന് CI മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും CI പിന്നീട് കിരണോട് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ജയിച്ചു, ഞാൻ തോറ്റുവിടെ. എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ ഏറ്റെടുത്ത എല്ലാ കേസും ഞാൻ തെളിയിക്കുമെന്ന്. പക്ഷെ എനിക്കിതിൽ തെറ്റുപറ്റി. നിങ്ങളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നുമില്ല. എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം, അവൻ മരിക്കേണ്ടവൻ തന്നെയാണ്. എൻ്റെ ഒരു ഇത്തിരി അഹങ്കാരം കൂടി ഇതിൻ്റെ അകത്തുണ്ടായി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ആ യഥാർത്ഥ പ്രതിയെ കണ്ടിട്ട് കിരണും ആകെ ഞെട്ടിപ്പോവുകയാണ്. അതേ സമയത്താണ് പിന്നെ നമ്മുടെ സരയുവിൻ്റെ ആ ഒരു പുറപ്പാട്. സരയു എന്തായാലും സ്റ്റെഫിയുമായിട്ട് അംഗത്തിനൊരുങ്ങുകയാണ്. അവർ 2 പേരും ഒന്നിച്ച് കൈകോർത്ത് ഒരു പക്ഷേ നമ്മുടെ കിരണിനെ സ്വന്തമാക്കാനും കല്യാണിയെ ഇല്ലാതാക്കാനും സ്റ്റെഫിക്കൊപ്പം കൂട്ടു നിൽക്കുകയാണ് സരയു ചെയ്യുന്നത്. അങ്ങനെ സ്റ്റെഫിയോട്, അതായത് നമ്മുടെ സരയുവിന് നേരിട്ടിട്ട് ഈ ഒരു കളിക്കളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. ഗുണ്ടകളെ ഏർപ്പാടാക്കിയാൽ ഒരു പക്ഷെ ഗുണ്ടകളെ പിടിച്ചു കഴിഞ്ഞാലും ഇതിലെന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ അവളെ കണ്ടുപിടിക്കും, അവളുടെ ആ ഒരു കള്ളത്തരം കണ്ടുപിടിക്കും. അപ്പൊ സ്റ്റെഫിയുമായി കൂട്ടുകൂടിയാൽ, സ്റ്റെഫിക്ക് ഓൾറെഡി എന്തായാലും കല്യാണിയോടൊക്കെ ദേഷ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവള് കൂട്ടുകൂടിയാൽ കല്യാണിയെ ഇല്ലാതാക്കുകയും ചെയ്യാം, കിരണിനെ സ്വന്തമാക്കുകയും ചെയ്യാം എന്നൊരു ദുരുദ്ദേശവുമായിട്ട് അവൾ അങ്ങനെ വേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അവളുടെ ഒരു പരിപാടിയും നടക്കുന്നില്ല. എല്ലാ കള്ളത്തരങ്ങളും മുട്ടനെ തന്നെ കണ്ടെത്തുകയാണ് എല്ലാവരും. അവിടെ ആ വീട്ടിൽ നിന്നും ആ ഓഫീസിൽ നിന്നും അടിച്ചിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാരിയെയും കൂടെ പറഞ്ഞയക്കുകയാണ്. കുഞ്ഞിനെ എന്തായാലും നമ്മുടെ രൂപ കൊടുക്കുന്നില്ല, കുഞ്ഞിനെ അവിടെ പിടിച്ചു വെക്കുകയാണ്. അതുപോലെ തന്നെ മനോഹർ നന്നായി എന്ന് മനസ്സിലാക്കി മനോഹറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന മനോഹറിന് കുഞ്ഞിനെ കൈമാറുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഭാഗത്തിനെ കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.